ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടോ? അതായത് എൻ്റെ മുടി ശ്രദ്ധിച്ചില്ലറിയാം. മുടി ഇല്ലായിരുന്നു, എനിക്കിപ്പോൾ മുടി വന്നിട്ടുണ്ട്. ഇത് എണ്ണ മറ്റു തേച്ചുകൊണ്ട് വന്നതല്ല, ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ 1.5 വർഷത്തെ ട്രാൻസ്ഫോർമേഷൻ ജേണി നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1.5 വർഷത്തെ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫുൾ ജേണിയാണ്. 1.5 വർഷം മുമ്പ് ഇതുപോലെ ഉണ്ടായിരുന്ന മുടി എൻ്റെ ഫ്രണ്ട് പോർഷൻ മൊത്തം പോയിരുന്നു. ഫ്രണ്ടും ക്രൗൺ ഏരിയയും കുറവായിരുന്നു. ആ ഒരു പോർഷനൊക്കെ ഞാനിതാ മുടി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് വെച്ചിതാ ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാത്ത കോലത്തിൽ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റേഷനും ബിഗും ഒക്കെ തമ്മിൽ നല്ല മാറ്റം കേട്ടോ. ഇത് കാരണം നമ്മളെ നാച്ചുറൽ മുടി നമ്മളെ പിന്നിൽ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഫസ്റ്റ് മുതലേ കാണുന്നവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ പുതുമയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആദ്യമായിട്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വീഡിയോ ഒരു സെർച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷനെ പേടിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ധൈര്യം വരും വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുമ്പോൾ തന്നെ, അതായത് നമുക്ക് ഒരു 24-25 വയസ്സിലൊക്കെ എനിക്ക് ശരിക്കും മുടി കൊഴിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് കൊയ്യാന്നല്ല, ചെറുതായിട്ട്. ആ സമയത്തൊന്നും നമ്മളത് കാര്യമാക്കിയില്ല. മുടി ചെറുതായിട്ടുള്ള കൊഴിച്ചിലുള്ളതിലേക്ക് നിസ്സാരമാക്കി കളഞ്ഞ്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് ഗൾഫിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് മുടി കൊയ്യൽ തുടങ്ങി. ഒരു 26-27 വയസ്സൊക്കെ ആയപ്പോൾ നല്ല കൊഴിച്ചിലായി. ആ സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, എന്ത് ചെയ്യാം. അതായത് മറ്റുള്ള ഒരാൾ നമ്മോട് പറയാണ്, എന്താ എൻ്റെ മുടി പറ്റി പോയില്ല എന്താന്ന്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കണത്. കണ്ണട വെക്കുമ്പോൾ മുടി പോയിടല്ലോ. അതുവരെ നമ്മളത് വലിയ കാര്യമൊക്കെ എടുക്കുമല്ലോ. ഒരാൾ പറയണം എൻ്റെ മുടി പോയി ഉള്ളു കാണണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് സാധാരണ എല്ലാവരും ഈ മുടി കൊഴിച്ചിനെ കുറിച്ച് ആലോചിക്കൽ തുടങ്ങാം. അപ്പോൾ ഇതിന് ശരിക്കും എന്ന് പറയാം, നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെയൊക്കെ മുടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് പോയിട്ടുണ്ടോ. പോയിട്ട് പിന്നെ ഞാൻ കുറേ എണ്ണകളെ പറ്റി പഠിച്ച്. പക്ഷെ എന്തോ അതങ്ങനെ കണ്ടിട്ട് എനിക്ക് ഒരു എന്താ പറയുക, പറഞ്ഞ് ചെയ്യിക്കുന്ന പോലെ കുറച്ച് തോന്നലും പിന്നെ ഉണ്ടാവുമായിരിക്കും, റിസൾട്ട് ഉണ്ടാവുമായിരിക്കും. എനിക്കതെന്തോ യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ നിയോ എയർ ലോഷൻ എന്ന് പറഞ്ഞൊരു ലോഷൻ ഉണ്ടായിരുന്നു. അതും ഡെർമാറോളൊക്കെ യൂസ് ചെയ്തവർക്ക് അറിയാം, നല്ല പെയിനാണ് അത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതും കണ്ട് എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഇന്ത്യക്കാരനൊന്നല്ല, പക്ഷേ അവൻ്റെ മുടി നല്ല ഉള്ളു കുറവേണ്ട്, മോൾ ഭാഗമൊക്കെ ഉള്ളു കുറവേന്. അപ്പോൾ അവൻ ഇത് ഉപയോഗിച്ച് ഒരു 2 മാസമൊക്കെ ആയപ്പോൾ നല്ല റിസൾട്ട്, ഉള്ളൊക്കെ നല്ല ഫില്ലായി വന്ന്. അപ്പോൾ നമ്മളെ മുമ്പ് തന്നെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഒരു വിശ്വാസമാണല്ലോ. അങ്ങനെ ഞാനത് ഓർഡർ ചെയ്തു. അതിന് നല്ല റേറ്റും ഉണ്ട് കേട്ടോ. 150 റിയാലൊക്കെ ആ ഒരു ബോട്ടിലിന് മാത്രമുണ്ട്. അതൊരു 15 ജ്യൂസിനൊക്കെ ഉണ്ടാവുള്ളൂ ബോട്ടിൽ. അങ്ങനെ 3 ബോട്ടിലൊക്കെ യൂസ് ചെയ്താലാണ് നമുക്ക് ശരിക്കും റിസൾട്ട് വരാമെന്നാണ് അവൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഡെർമാറോളർ 50 റിയാലിറ്റ് അന്ന് വിലയുണ്ട്. അപ്പോൾ 150 പറഞ്ഞാൽ 3000-4000 റുപ്യേൻ്റെ അടുത്ത് ഏകദേശം ചിലവാക്കിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ വാങ്ങിയിട്ട് ആദ്യം ഡെർമാറോൾ നല്ലോണം യൂസ് ചെയ്യും. ഇപ്പോൾ ഈ മോൾ ഭാഗം ഞാൻ കാണിച്ചിരുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ആ ഭാഗമൊക്കെ നന്നായിട്ട് ഡെർമാറോൾ ഇച്ചിരി ചെറിയ ഹോളാക്കും. എന്തോ ഒരു സൂചിയാണ്, അത് ഹോളാക്കിയിട്ട് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കലിന്. അപ്പോൾ അത് ഞാൻ കുറേ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു 3-4 മാസമൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും കറക്റ്റ് പറയണമെങ്കിൽ. അപ്പോൾ അത്രയും ഉപയോഗിച്ചിട്ട് എനിക്കൊരു മാറ്റമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു മുടി പോലും വന്നൊരു ഫീൽ എനിക്ക് വന്നില്ല. അങ്ങനെ ഞാൻ അത് നിർത്തി. ആകെ ഈ ഹെയർ കെയറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നിയോ ഹെയർ ലോഷനാണ്. അപ്പോൾ അതെനിക്ക് യൂസ് ആയില്ല. അങ്ങനെ പിന്നെ അത് വിട്ട്. പിന്നെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മുടി പറ്റ കൊഴിഞ്ഞെടുക്കണം. അതിൽ പിന്നെ ഓപ്ഷൻ കണ്ടത് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല, പിന്നെ ബിഗ്ഗാണ്. ബിഗ് എന്തായാലും ഒരിക്കലും നമുക്ക് നടക്കില്ല. കാരണം നമ്മൾ പുറത്തു കൂടെ നടക്കണമെന്നും വെള്ളത്തിൽ ചാടണം അങ്ങനെയൊക്കെ നടക്കുമ്പോൾ പറഞ്ഞാൽ ഭയങ്കര കെയറിങ്. കാരണം എൻ്റെ ഫാദർ ഈ സാധനം ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഉദാഹരണത്തിനാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഉച്ചയ്ക്ക് നിന്ന് കിടന്നുറങ്ങുമ്പോൾ ഊരി വെക്കുമല്ലോ. ഊരിച്ചിട്ട് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് ആദ്യം ഫിക്സ് ആക്കിയിട്ട് നമുക്ക് വാതിൽ വരെ തുറക്കാൻ കഴിയുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ അതെന്തായാലും നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ മൊട്ടടിച്ച് നടന്നാലും പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. അതിലാണ് ഞാൻ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. ഒരുപാട് ക്ലിനിക്കുകളുണ്ട് അന്നൊക്കെ. പക്ഷേ അതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല. അതിൽ കേരളത്തിൽ കുറേ ഉണ്ട്, പുറത്തുണ്ട്, പിന്നെ പഞ്ചാബ്, പൂനെ, പിന്നെ അതുപോലെ തന്നെ തുർക്കിയൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇതിനെ പറ്റി പറയുന്നത്. പക്ഷെ അതൊക്കെ റേറ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തതാണ്. തുർക്കി എന്നൊക്കെ ഇപ്പോഴത്തെ ചെയ്ത ഒരാൾ എനിക്ക് മെസ്സേജ് പറഞ്ഞ് 3-4 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് വരുന്നതാണ്, പോക്കും വരവും ചെയ്യലൊക്കെ പാടായിട്ട്. അത് നമ്മളെ കൊണ്ട് ആ ടൈമിൽ അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങി ഓരോരോ ക്ലിനിക്കിനെ പറ്റി. ക്ലിനിക്ക് നോക്കുമ്പോൾ റിസൾട്ടും കാര്യങ്ങളും വേണമല്ലോ. അങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് 10 രൂപ പെർ ഗ്രാഫ്റ്റ് ഉണ്ട് ഇവിടെ കോയമ്പത്തൂർ ക്ലിനിക്ക് കണ്ടത്, HNS പറഞ്ഞ ക്ലിനിക്ക്. അപ്പോൾ ആ ഒരു ക്ലിനിക്കിൽ ഞാൻ അന്വേഷിച്ചു നോക്കി. അപ്പോൾ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്, ചെയ്ത ആളെ റിസൾട്ടുകൾ കാണാണ്ട്. അപ്പോൾ കുറച്ചൊരു കോൺഫിഡൻസ് ആയി. റിസൾട്ടുകളൊക്കെ മലയാളികൾ തന്നെ അവിടെ ചെയ്തോലുണ്ട് ഇനി. അപ്പോൾ ഈ പിന്നെ ആലോചിക്കുമ്പോൾ പോക്ക് വരേണ്ട ഒരു ബുദ്ധിമുട്ടാണ് അതിൽ കാണാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കുറേ ദൂരം പോകണ്ടേ. നമ്മുടെ നാട്ടിൽ തന്നെ കോഴിക്കോട്, എറണാകുളമൊക്കെ കുറേ ക്ലിനിക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് പോയി വരാൻ സുഖമാണ്. പിന്നെ കേരളത്തിനകത്താണ്. കേരളത്തിന് പുറത്ത് പോകാറുമ്പോൾ തന്നെ ചെറിയൊരു മടി ഉണ്ടായി. അങ്ങനെ അന്വേഷിച്ചാൽ പിന്നെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്ത് ചെയ്ത് ഒരു പ്രാവശ്യം ഞാൻ
നാട്ടിലൊരു ക്ലിനിക്ക് കാണിച്ചു. നാട്ടിലെ ക്ലിനിക്ക് കാണിച്ചപ്പോൾ എനിക്ക് 1 ലക്ഷത്തിന് മേലെ റേറ്റ് പറഞ്ഞു. അതും 3300 ഗ്രാഫ്റ്റിന് എന്നോട് പറഞ്ഞു 1 ലക്ഷത്തിന് മേലെ. അത് പെൻ മെത്തേഡ് കിട്ടും. 2 മെത്തേഡ് അന്നുണ്ടായിരുന്നു ഇവിടെ, നീഡിൽ മെത്തേഡ്, പെൻ മെത്തേഡ്. നീഡിൽ മെത്തേഡ് എന്നോട് 75,000 രൂപയുടെ 3300 ഗ്രാഫ്റ്റിന് പറഞ്ഞു. ഇതേ സംഭവം ഞാൻ എന്ത് ചെയ്ത് കോയമ്പത്തൂർ ക്ലിനിക്കൊക്കെ അന്ന് വാട്സപ്പിൽ അയച്ചാൽ മതി, നേരിട്ട് പോയി കാണിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ഒരു ഉപകാരം. അങ്ങനെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു. വാട്സപ്പ് നമ്പർക്ക് ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു 4000 ഗ്രാഫ്റ്റ് വെക്കണം, 40,000 രൂപ ടോട്ടലായിട്ട് വരുമെന്ന് പറഞ്ഞു. പിന്നെ അതിൽ എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞാൽ 3000 രൂപേൻ്റെ ഒരു മെഡിസിൻ ഉണ്ടാവും 1 വീക്കിനുള്ള. അതുപോലെ തന്നെ ഒരു 3000 രൂപ ബ്ലഡ് ടെസ്റ്റിനും കാണുന്നതാണ്. മൊത്തം ടോട്ടൽ എന്നോട് 46,000 രൂപ പറഞ്ഞു. ഇവിടെ 73 പറഞ്ഞത്. അതിൽ മെഡിസിനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു പെർ ഗ്രാഫ്റ്റ് ഇവർ റേറ്റും പറഞ്ഞില്ല കേട്ടോ. റേറ്റ് പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ ഒരു കോഴ്സ് പോലെയാണ്. ഇത് 3300 ഗ്രാഫ്റ്റൊക്കെ അത്ര എന്നുള്ളൊരു കോഴ്സ് നമുക്ക് എന്നോട് പറഞ്ഞത്. അതിന് റേറ്റ് ഓക്കെയാണ്. അവിടെ 46,000 രൂപയ്ക്ക് കഴിയും, 4000 ഗ്രാഫ്റ്റും കിട്ടും. അതുപോലെ തന്നെ റിസൾട്ട് നമ്മൾ ഓൾറെഡി വീഡിയോയിലൊക്കെ കണ്ടതുമാണ്. അപ്പോൾ അങ്ങനെ കൺഫേം ആയിട്ടാണ് ഞാൻ ഈ ജൂലൈ 4-ാം തീയതി അവിടേക്ക് ബുക്കിംഗ് എടുക്കണം. അതിന് മുമ്പ് കുറേ തവണ ആലോചിച്ചിട്ടുണ്ടോ ചെയ്യണമെന്നുള്ളത്. പേടിയുണ്ട്. എന്താ വെച്ചാൽ എന്നെ ഫ്രണ്ട്സും എല്ലാവരും പേടിപ്പിച്ചിട്ടുണ്ട്. കാരണം മുടി ഇല്ലാത്തവരോട് ഇതിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ പേടിപ്പിക്കുന്ന പ്രശ്നമൊന്നുമില്ല. മുടി ഉള്ളവർ അധികം പറയണത് എന്താ വെച്ചാൽ തലവേദന മാറൂല, ഇത് ഹോള് ചെയ്യുന്ന സമയത്ത് നരമ്പിന് ഓട്ടയിക്കാണ്ട് തലവേദന പോകില്ല, പിന്നെ അതേപോലെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, ഭാവിക്ക് വലിയ പ്രശ്നം ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പേടിപ്പിച്ചു. ഇതിപ്പോൾ ചെയ്യാൻ നിൽക്കുന്നവർക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഞാനും വന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാതിരിക്കും നല്ലതെന്നുള്ളത്. പക്ഷേ ഇല്ലാത്തവനറിയാമല്ലോ അതിൻ്റെ ഇത്. ഒന്നാമത് ഈ ഒരു കാലഘട്ടത്തിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള സമയമാണ്. നമ്മളിപ്പോൾ എവിടെ പോയാലും സെൽഫി എടുക്കും, അല്ലെങ്കിൽ വീട് എടുക്കും. പൊതുവെ യൂട്യൂബർ ആയതുകൊണ്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുടിയില്ലാത്തതുകൊണ്ട് തൊപ്പിച്ചിങ്ങനെ നടക്കാറുണ്ട് ഭയങ്കര ഗതികേട് തന്നെ. ഞാൻ വിചാരിച്ചെന്ന് ചെയ്ത് നോക്കുക, വരികയാണെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ പോയി. പിന്നെ കൂടുതൽ റിസൾട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ വന്ന പോലെ പഴയ പോലെ എന്തായാലും ആവില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ചെയ്തോലൊക്കെ തന്നെ നമ്മൾ ഇതിനെപ്പറ്റി കണ്ടപ്പോൾ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും ചെയ്താന്നുള്ളത്. എന്നാലും പോട്ടെ, മുടി വരുമല്ലോ കാണാമല്ലോ എന്നുള്ള മൈൻഡിൽ ഞാൻ അങ്ങനെ പോയി. ജൂലൈ 4-ാം തീയതി പോയി ചെയ്തിട്ടോ. 3-ാം തീയതി ഞാൻ ടെസ്റ്റ് എടുത്ത്, നമ്മുടെ നാട്ടിൽ തന്നെ ടെസ്റ്റ് എടുത്തിട്ട് 2000 സംതിങ് തന്നെ എനിക്ക് ടെസ്റ്റിനായിട്ടുള്ളൂ. 3000 അവിടെ ഒന്ന്, ഇവിടെ 2500 രൂപ ടെസ്റ്റിനായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റുകൾ ആരെങ്കിലും ഏതെങ്കിലും ക്ലിനിക്കിൽ നിന്ന് തരികയാണെങ്കിൽ നമ്മളെ ഗവൺമെൻറ്റിന് നീതി ലാബ് ഉണ്ടാവും. നീതി ലാബ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 1300 രൂപ ആ റേഞ്ചിലേക്ക് നമുക്കിത് ചെയ്യാൻ പറ്റുമോ. എനിക്ക് തന്ന ക്ലിനിക്കത്തെ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇനി ഏതാണെന്ന് അറിയില്ല. പല ക്ലിനിക്കിലും പല ടെസ്റ്റുകളൊക്കെയാണ് തരുന്നത്. ഏതായാലും ഫുൾ ബോഡി ചെക്കപ്പ് പോലെ തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടാവുക. ബ്ലഡ് ടെസ്റ്റിൽ ഹാർട്ടിൻ്റെ ലിവറിൻ്റെ ഫംഗ്ഷന്, ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലീഡിങ് ടൈം, അതൊക്കെയാണ് നോക്കാറ്. അതൊക്കെയാണ് തന്നത്. അതൊക്കെ തന്നിട്ട് ഞാൻ 4-ാം തീയതി രാവിലെ അവിടെ 9 മണിക്ക് എത്താൻ പറഞ്ഞു. ഞാനങ്ങനെ രാവിലെ 9 മണിക്ക് പോകാൻ കണ്ട് രാത്രി ഇവിടുന്ന് ഒരു 1-1:30 ബസ് കയറി പോയിട്ട് കറക്റ്റ് ഒരു നേരത്തെ എത്തിയിട്ടുണ്ട്. 8-8:30 ആയപ്പോൾ അവിടെ എത്തിയാണ്. അപ്പോൾ തലേന്ന് നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ അയച്ചു കൊടുത്താൽ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷന് വരാൻ പറയാം. ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യുന്നത് ഹെയർ ലൈൻ മാർക്ക് ചെയ്യാണ്. ഇതിനായിട്ട് ചീഫ് ടെക്നീഷ്യൻ ഉണ്ട്, നമുക്ക് ടെക്നീഷ്യന്മാർ തന്നെ. അതേ വന്നിട്ട് നമുക്ക് ഈ ഹെയർ ലൈൻ വരച്ചത് അതെന്ന് പറഞ്ഞാൽ 3 ഫിംഗർ നമ്മളെ നെറ്റിൽ നിന്ന് വെച്ചിട്ടാണ് സാധാരണ വരക്കൽ. പിന്നെ നമ്മളെ ഹെയറിൻ്റെ ഇതും അതേപോലെ നമ്മൾ നാച്ചുറൽ ആദ്യം ഉണ്ടായിരുന്ന മുടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എനിക്ക് ഓൾറെഡി ഇവിടെ ഫ്രണ്ട് പോർഷനിൽ മുടി കുറച്ച് സെൻറ്ററിൽ ഉണ്ടായിനി. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് തന്നെ ഹെയർ ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടു. ഈ സൈഡും മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ഫ്രണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത്. അതിൽ 4000 ഗ്രാഫ്റ്റ് എന്നോട് അവിടെ നിന്ന് പറഞ്ഞത്. ബാക്ക് ചെക്ക് ചെയ്തപ്പോൾ 4000 ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ അത് ചെയ്യാമെന്ന് വിചാരിച്ച്. ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മുടി ഫുള്ള് ഡ്രിം ചെയ്യണം. ഡ്രിം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ ഫസ്റ്റ് ഏകദേശം പകുതി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പോർഷൻ നമ്മൾ വെക്കുന്ന ഭാഗം മൊത്തമായിട്ടൊന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ വെക്കും. പിന്നെ 2-ാമത്തെ ദിവസമാണ് ബാക്കി ഫുള്ള് പ്രൊസീജിയർ ചെയ്യുന്നത്. 2-ാമത്തെ ദിവസം സുബൈക്ക് നീക്കണം. 4 മണിക്ക് എണീച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്രാഫ്റ്റുകളൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ വെക്കുകയാണ് ചെയ്യുക. അതിനെന്ത് ചെയ്യും, ആദ്യം ബാക്കിൽ നിന്ന് നമുക്ക് ഗ്രാഫ്റ്റുകളൊക്കെ എടുക്കും. ഗ്രാഫ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നേരെ ഫ്രണ്ടിൽ ഇംപ്ലാന്റ് ചെയ്യാണ് ചെയ്യുക. നമുക്കൊരു 10-11 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 4-5 മണിയാകുമ്പോൾ ഇത് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക, കിടന്നുറങ്ങുക. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഫുഡ് സ്റ്റേ ഒക്കെ ഈ ഒരു പൈസ തന്നെ ഇൻക്ലൂഡഡ് ആണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നേരത്തെ എണീക്കണം. സുബൈക്ക് 4 മണിക്ക് എണീച്ചാണ് 2-ാമത്തെ ദിവസത്തെ പ്രൊസീജിയർ തുടങ്ങുക. അത് തന്നെ എൻ്റെ ഇവിടുന്ന് ബാക്കിൽ നിന്ന് അതേപോലെ തന്നെ താടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് എടുത്ത് ക്ലീൻ ചെയ്ത് ഇവിടെ വെക്കും. അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയർ കേട്ടോ. ഈ പ്രൊസീജിയറിൻ്റെ സമയത്ത് ഊരവേദനൻ്റെ ചെറിയ പ്രശ്നമാണ്. കാരണം നേരെ കിടക്കണം, നമ്മൾ അനങ്ങാൻ പാടില്ല. എന്നാൽ നമ്മളായിട്ട് ബോധം കെടുത്തു അതുമില്ല, നമുക്ക് ജസ്റ്റ് തരിപ്പിക്കുള്ളൂ സൂചിച്ചിട്ട്. ആ തരിപ്പിൽ ഇങ്ങനെ കിടക്കുക. വേദന കാര്യങ്ങളോ എന്താ വെച്ചാൽ തരിപ്പിക്കുന്ന സൂചിൻ്റെ വേദന അത്യാവശ്യം ഉണ്ടായിനി. വേറെ വെക്കുന്ന സമയത്തും എടുക്കുന്ന സമയത്തൊന്നും വേദന അറിഞ്ഞിട്ടില്ല. അങ്ങനെ 2-ാമത്തെ ദിവസത്തെ പ്രൊസീജിയർ വന്ന് 2 മണിക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക, 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഈ റെസ്റ്റ് എടുത്തിട്ട് എന്ത്
പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ആവും. ഡിസ്ചാർജ് സമയത്ത് ചെറിയൊരു ക്ലാസ്സും ഉണ്ടാവും. നമ്മളെ മെഡിസിൻ തരുന്ന ഒരു സാറുണ്ട്, അയാൾ ക്ലാസ് എടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു ഇനി എങ്ങനെയാണ് മുടി കെയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു നമുക്ക് ഇനി മുടി കുട്ടികളെ കൊണ്ടിറക്കണം. അതൊന്നും നമ്മളെ കൊണ്ട് നടക്കൂല ഇനി. ഏതായാലും പിന്നെ എനിക്ക് തോന്നിയതാണ് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി കെയർ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള മുടിയും കെയർ ചെയ്യണം. അത് ഓൾറെഡി നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനാവാത്ത ഒരാൾക്ക് എന്ത് ചെയ്യണം, നമ്മളെ മുടി കെയർ ചെയ്യൽ നിർബന്ധമാണ്. മുടി കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രാൻസ്പ്ലാന്റേഷൻ്റെ സ്റ്റേജിക്ക് നമ്മൾ പിന്നെ എത്തും. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ എൻ്റെ ക്രൗൺ ഏരിയ എന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിപ്പോൾ ഒരു വർഷം ആവാൻ നേരത്തെ ഞാൻ ട്രിപ്പ് പോയിന്. ഇപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിൽ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ GFC BRP ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ബസ് കയറിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. സിംഗിളായിട്ട് പോയി സിംഗിളായിട്ട് വന്നു, അത്രേ ഉള്ളൂ സംഭവത്തിൽ കാര്യം. പിന്നെ 1 വീക്ക് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ടോ. ഫസ്റ്റ് ഡേ മുതൽ 6 ദിവസം വരെ നമുക്ക് സലൈൻ വാട്ടർ ഉണ്ട്. അതായത് നമ്മൾ മുറിവൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളം, അത് ഉപയോഗിച്ച് നമ്മൾ ഈ ഫ്രണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഭാഗം, ബാക്ക്, കഴുത്തിൻ്റെ ഭാഗമൊക്കെ നമുക്ക് എന്തെങ്കിലും വെള്ളം അടിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. കാരണം എന്താ വെച്ചാൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും പിന്നെ ഈ വെച്ച ഭാഗത്ത് ചെറിയ ചെറിയ ചോരയുടെ പാടുകൾ ഉണ്ടാവും. അതെന്ത് ചെയ്യും, നല്ലോണം വെറ്റായി നിൽക്കണം. അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് 7ാമത്തെ ദിവസം വാഷ് ചെയ്യുമ്പോൾ അത് പോവില്ല. അതുകൊണ്ട് അതിങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ വെള്ളം അടിച്ച് കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസമാണ് പിന്നെയുള്ളത്. ഇതിൽ നമുക്ക് മരുന്നുണ്ട് കേട്ടോ, ബയോട്ടിൻ ടാബ്ലറ്റ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേദന അറിയാക്കാനും നീര് പോകാനൊക്കെ മരുന്ന് തരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസമാണ് ഹെഡ് വാഷ് വരുന്നത്. ഹെഡ് വാഷ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്ലിനിക്ക് പോയിട്ട് അവിടെ നിന്നും ചെയ്യാൻ പറ്റും കേട്ടോ. അതിപ്പോൾ ഞാൻ പറയുന്നത് നമ്മളൊന്നും ചെയ്യാമെന്ന്. കാരണം 8ാമത്തെ ദിവസം വീണ്ടും നമ്മൾ തന്നെയാണ് വാഷ് ചെയ്യാൻ പോകണം. അപ്പോൾ 7ാമത്തെ ദിവസം നമ്മൾ തുടങ്ങിയാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെയാണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം കണ്ടുവരാൻ 6 മാസം മുതൽ 1 വർഷം അല്ലെങ്കിൽ 8 മാസം ആ ടൈമൊക്കെ ആകുമ്പോൾ റിസൾട്ട് വരുന്ന പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. 2ാമത്തെ ആഴ്ച മുതൽ എനിക്ക് ഷെഡിങ് തുടങ്ങി. ഷെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെച്ച മുടിയൊക്കെ ഫസ്റ്റ് വാഷിങ് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണാൻ, നല്ല കുറ്റിയൊക്കെ നമ്മൾ മുടി ഇട്ടില്ല അതേപോലെ ഫീൽ ആണ്. നമ്മളെ പണ്ടത്തെ ആ ഒരു മുടിയുള്ള ഫീൽ നമുക്ക് അപ്പം കിട്ടും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ മുടി നമ്മൾ നല്ലപോലെ കൊഴിഞ്ഞു തുടങ്ങും. ആ സമയത്ത് ഞാൻ ക്യാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, സർജിക്കൽ ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇറങ്ങൽ. അതേപോലെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, മെയിനായിട്ട് വെയിൽ കൊള്ളരുത്, അതുപോലെ തന്നെ ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ നോക്കണം 2 മാസം വരെ എന്നുള്ളത്. അങ്ങനെ 2ാമത്തെ ആഴ്ച മുതൽ ഷെഡിങ് തുടങ്ങിയിട്ട് പതുക്കെ മുടി ഇങ്ങനെ കൊയ്യൽ തുടങ്ങി. 3 മാസം വരെ ഈ 2 ആഴ്ച മുതലുള്ള ഷെഡിങ് ഉണ്ടാവും. അപ്പോൾ അതിന് ഏകദേശമൊക്കെ മുടി നമ്മൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ വീണ്ടും പഴയ സ്റ്റേജൊക്കെ എത്തും. ഒരു 2-2.5 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മുടി വെക്കുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടെങ്കിൽ അതേ സ്റ്റേജൊക്കെ തന്നെ വരും. ആ സമയത്ത് തന്നെ മുടി കുറ്റിയൊക്കെ ബാക്കിയുള്ള മുടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ടാവും, ഇവിടെ കാണാണ്ടാവില്ല. കറക്റ്റ് ആ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഉള്ളിൽ ഭയം വരും, സത്യം പറയാലോ. ഇനി വരില്ലേ, എന്താകും എന്നുള്ള കണ്ടീഷനിലാവും. പക്ഷെ നമുക്ക് വരും, അറിയാം. കാരണം ഇതിന് മുമ്പുള്ള ആൾക്കാർ റിസൾട്ടൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് വിളിക്കണ പോലെ അവസ്ഥ ഇത് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയാം കേട്ടോ. എന്തായാലും വരും, നല്ല ക്ലിനിക്ക് ചെയ്താൽ എന്തായാലും റിസൾട്ട് വരും. അപ്പോൾ അങ്ങനെ 3ാമത്തെ മാസം മുതൽ ഇങ്ങനെ വല്ല റിസൾട്ട് വന്നു തുടങ്ങും. പിന്നെ ഒരു 5 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് ചീവാനുള്ള സെറ്റപ്പിൽ മുടി എത്തിട്ടോ. ഈ അങ്ങനെ ചീവി വല്ല 6, 7, 8 മാസമൊക്കെ ആയപ്പോൾ ഏകദേശം റിസൾട്ട് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്ത്. ഒരു 1 ഇയറാണ് അവർ പറഞ്ഞത്. അങ്ങനെ 1 ഇയർ വരെ ഞാൻ അങ്ങനെ കാത്തുനിന്ന് റിസൾട്ട് മുന്നേ ഉണ്ടാവും എന്നുള്ള നിലക്ക്. അങ്ങനെ 1 ഇയർ ആയപ്പോൾ എനിക്ക് അത്യാവശ്യം അല്ലെന്നില്ല നല്ല റിസൾട്ടായി. 4000 ഗ്രാഫ്റ്റ് വെച്ചത് 4000 വന്നു തന്നെ പറയണം. അത്രക്കും നല്ല തിക്നെസ്സോടുകൂടി മുടി വന്ന്. ഇപ്പോൾ ഈ 1 ഇയർ ആയ സമയത്താണ് ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണത്. ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഒരു 50 ദിവസത്തെ ട്രിപ്പ് അതിന് പ്ലാൻ ചെയ്തതിന്. ആ സമയത്ത് ഞാൻ GFC എടുക്കുന്ന സമയത്ത് GFC എടുത്തുകൊണ്ടിരുന്നിരുന്നു. അതിലാണ് ഞാൻ നേരെ ട്രിപ്പിലേക്ക് പോകുന്നത്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 50 ദിവസം ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യണം. കാരണം പിന്നെ ക്ലൈമറ്റുകൾ ഇങ്ങനെ മാറിയാണ്. ഇവിടുന്ന് പോകുമ്പോൾ ചെറിയ ചൂട്, പിന്നെ ഡൽഹി എത്തുമ്പോൾ അതിലാറ് ചൂട്, പിന്നെ കാശ്മീർ, ലഡാക്ക് ആ ഏരിയയൊക്കെ തണുപ്പ്, അങ്ങനെ വന്നാണ്ട് മൊത്തം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ചായി. ഹെൽമെറ്റ് ഫുൾ ടൈം യൂസ് ചെയ്യണോണ്ട് മുടി കൊഴിച്ചിലുണ്ട്. ഈ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ വെച്ച ഭാഗത്ത് എനിക്ക് കൊഴിച്ചിലായിട്ട് അങ്ങനെ ഫീലും ചെയ്തിട്ടില്ല. പക്ഷേ ബാക്ക് പോർഷനുണ്ട്, ഈ ക്രൗൺ ഏരിയ എനിക്ക് വെക്കുന്ന സമയത്തേ കുറവാണ്. അത് കുറച്ചും കൂടി ഒന്ന് വിസിബിൾ ആയിട്ട് ഇപ്പോൾ കുറച്ച് കാണൽ തുടങ്ങിയാണ് നല്ലോണം. ഇപ്പോൾ തലയുടെ ഉപ്പുറ്റി ഇങ്ങനെ നന്നായിട്ട് കാണുന്നുണ്ട്. അതിനിയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അന്ന് എനിക്കറിയാം അത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടി വരുന്നുള്ളത്, എത്രത്തോളം പോകുന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ GFC എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വന്നിട്ട് ഞാൻ GFC എടുത്തപ്പോൾ ഇപ്പോൾ കൊഴിച്ചിൽ കുറവുണ്ട്. പക്ഷെ നല്ല വിസിബിൾ ആയത് അതേപോലെ തന്നെയാണ് ഉള്ളത്. വന്നിട്ടൊന്നും അവിടെ എക്സ്ട്രാ വരുന്നൊന്നുമില്ല. അപ്പോൾ ഇനി ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ജേണി എന്ന് പറയുന്നത്. ഓരോരോ മാസത്തെ വീഡിയോസ് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. മൊത്തമായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കിൽ എനിക്ക് കുരു ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മുടി ഡെഡായിനി, അത് ഞാൻ തോണ്ടിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഇടയിലാണ് സംഭവിച്ചാണ്. അതൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഓരോ പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫുൾ ജേണി, ഞാൻ തുടക്കം പോകുന്നത്, അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ,
പിന്നെ ഫസ്റ്റ് വീക്ക്, ഹെഡ് വാഷ്, ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, അങ്ങനെ ഓരോരോ മാസം ബേസിൽ എൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കുക. കാരണം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുള്ള ഒരാൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ആ വീഡിയോ കണ്ട് നമുക്ക് തീരുമാനിക്കട്ടോ. അപ്പോൾ ഞാൻ അടുത്ത കാര്യം പറയുന്നത് മുടി കൊഴിച്ചിൽ തുടങ്ങുന്ന ഒരാൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. മുടി കൊഴിച്ചിൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മളപ്പോൾ നിസ്സാരാക്കി കാണാതെ അപ്പോൾ അതൊരു ട്രീറ്റ്മെൻ്റ് ആക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാലം നമുക്ക് എന്ത് ചെയ്യുക, ഈ മുടി വെക്കാതെ കൊണ്ടുനടക്കാം. മിക്കവാറും വെക്കേണ്ട സ്റ്റേജിലേക്ക് എല്ലാവരും എത്തും, മുടി കൊഴിച്ച് എത്തുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചുകൂടി കാലം നീട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 28-29 വയസ്സിലാണ് മുടി വെച്ചത്. അതേപോലെ പലർക്കും 20 വയസ്സിൽ മുടി പോകുന്നവരുണ്ട്, 25, 24, ഈ ഒരു 30ൻ്റെ ഉള്ളിലായിട്ടാണ് അധികം ആൾക്കാർക്കും മുടി കൊഴിച്ചിൽ വരുന്നതും ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റേജിലേക്ക് എത്തുന്നതും. ശരിക്കും ഞാനൊക്കെ ആ 23-24 വയസ്സിലേക്ക് മുടി കൊഴിച്ചിൽ തുടങ്ങിയപ്പോൾ തന്നെ ട്രീറ്റ് ചെയ്ത് കിടന്നു. എനിക്കൊരു 35-38 വയസ്സ് വരെ എന്ത് ചെയ്യുക, ആ മുടിമ തന്നെ പിടിച്ചിരിക്കാൻ കഴിയും ട്രാൻസ്പ്ലാന്റേഷൻ എന്ന സ്റ്റേജിലേക്ക് എത്താതെ. അതുകൊണ്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഇപ്പോൾ തന്നെ തുടങ്ങുന്നുണ്ട് എന്ത് ചെയ്യുക, പെട്ടെന്നൊരു ഡോക്ടറെ കാണിക്കുക. എന്നിട്ട് നമ്മളെന്തായാലും നമ്മളായിട്ട് ചികിത്സ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ഓരോരുത്തരുടെ മുടിക്കും ഓരോരോ കാര്യങ്ങളാണ് എഫക്റ്റ്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ന്യൂ ഹെയർ ലോഷൻ്റെ കാര്യം, അത് എനിക്ക് അത്ര യൂസായിട്ടില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ടിന് യൂസായി. അതേപോലെ പല മരുന്നുകളും എന്താണ് വർക്കിംഗ് ആയിരിക്കും, പക്ഷേ എല്ലാവരുടെ തലയ്ക്കും അത് പറ്റിക്കോണമെന്നില്ല. ആദ്യം നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താണോ സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്യുക. PRP, GFC, മിനോക്സിഡിൽ, ഫിനസ്ട്രൈഡ്, അങ്ങനെ പല മെത്തേഡുകളും ഇതിനുണ്ട്. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് നമ്മളെ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കരുത്. ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും അതിന് വേണ്ടി തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ വീഡിയോ ചെയ്താണ്ട് അതങ്ങനെ വ്ളോഗിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് അത്യാവശ്യം റീച്ച് ആവുകയും ചെയ്തു. കുറേ ആൾക്കാർക്ക് അത് ഉപകാരമായി, വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യാൻ കോൺഫിഡൻസ് കൂടി എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും അപ്ഡേറ്റ് ഇങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഞാൻ റിസൾട്ടുകൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഞാൻ പറഞ്ഞ പോലെ കല്യാണപ്രായമായ കല്യാണം കഴിക്കാത്ത ആളുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ഫേസ് തന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയണില്ല. കുറേ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തവരുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി നന്നായിട്ട് പോയി കഷണ്ടി കാണുന്ന ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക. അതിന് ആദ്യം വേണ്ടത് എന്ത് ചെയ്യുക, ബെസ്റ്റ് ക്ലിനിക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന പരിപാടി കൊണ്ട് നമുക്ക് റിസൾട്ട് വരും. അത് നല്ല ക്ലിനിക്കാവണം, അല്ലാന്നുണ്ടെങ്കിൽ റിസൾട്ട് വരില്ല. കാരണം ഇപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി. ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ എൻ്റെ അനുഭവങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കയറാം. അപ്പോൾ അതുപോലെ മെസ്സേജ് അയച്ച് കുറേ പേരുണ്ട്. പലരും പല കാര്യങ്ങളും പറഞ്ഞു. ചിലവർ പല ക്ലിനിക്കിൽ നിന്ന് ചെയ്തിട്ട് റിസൾട്ട് വരാത്തവരുണ്ട്, റിസൾട്ട് വന്നവരുണ്ട്, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളൊക്കെ സെർച്ച് ചെയ്ത പോലെ ഒരു നല്ല ക്ലിനിക്ക് സെർച്ച് ചെയ്യുക. ക്ലിനിക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടും വരും. അതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു പേടിക്കേണ്ട സംഗതിയേ അല്ല. ഇതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. മെയിനായിട്ട് നമ്മോട് എന്താ പറയുക, തലവേദന മാറൂല, നരമ്പ് പൊട്ടിയാൽ പ്രശ്നമാവും, അങ്ങനെ ഭാവിയിലേക്ക് ബുദ്ധിമുട്ടാവും, പിന്നെ ബാക്കിൽ നിന്ന് മുടിയെടുത്താൽ അങ്ങനെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ. എൻ്റെ താടിയിൽ നിന്നൊക്കെ മുടിയെടുത്തിട്ട് ഇപ്പോൾ ഒന്നും ഒരു വിസിബിലിറ്റിയേ ഇല്ല, അതൊക്കെ ഫുള്ളായിട്ട് മാറി, ബാക്കൊക്കെ ഫുള്ള് ക്യൂറായി. ശരിക്ക് എല്ലാവരും പറയുന്നതാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലം മുടി കെയർ ചെയ്ത് കൊണ്ടുനടക്കേണ്ടിരുന്നതാണ്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ മുടി നമ്മൾ കെയർ ചെയ്ത് തന്നെ കൊണ്ടുനടക്കണം, എങ്കിലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് മുടിക്കായിട്ട് സെപ്പറേറ്റ് ഒരു കെയറിങ്ങും വേണ്ട. പിന്നെ ഈ ഒരു മാസത്തെ നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1.5 വർഷമായല്ലോ. ഇതിലിപ്പോൾ പുതിയതായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി നിരക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത മുടി നിരക്കില്ല എന്നുള്ളതൊന്നുമില്ല. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത മുടി നിരക്കും. എനിക്ക് ഓൾറെഡി വെച്ചപ്പോൾ തന്നെ ഒരു മുടി നരച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ തന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ചെടിയ മുടി നരക്കുന്നുണ്ട്. അത് തന്നെ നരച്ച് ഫുള്ളായിട്ടില്ല, പകുതി ഇങ്ങനെ നേരെ വന്ന് ബാക്കി കറുപ്പാണ്. അത് ഞാൻ നരച്ച് വരാനുള്ളതാണ്. കാരണം എൻ്റെ ബാക്ക് പോർഷന് നരച്ച് വരുന്നുണ്ട്. ആ മുടിയാണല്ലോ ഇങ്ങോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ അതേ സമയമായപ്പോൾ ഇവിടെ നരച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഹെയർ ലൈൻ നോക്കുകയാണെങ്കിൽ കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി ഉണ്ടായതിന് ഇവിടെ കുറച്ച് മുടിയുണ്ടായിരുന്നു സെൻറ്റർ പോർഷനിൽ, അത് കുറച്ച് പോയിട്ടുണ്ട്. അവിടെ തന്നെ കുറച്ചിങ്ങനെ ഉള്ളു കാണുന്ന ഫീലുണ്ട്. പക്ഷെ വെച്ചതാണോ പോയതെന്ന് വെച്ചാൽ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല നമ്മൾ വെച്ചതോ വെക്കാത്തതെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ മുടി പൊട്ടി പോകുന്നുണ്ട് സംശയം കേട്ടോ ഈ വെച്ച മുടി. കാരണം ഇടയ്ക്ക് ചെറിയ മുടിയിലങ്ങനെ ചെറുതായിരിക്കണം, നമുക്ക് പുതിയത് വരുന്ന പോലെ അങ്ങനെ തോന്നുന്ന മുടിയുണ്ട്. ഇനി പുതിയത് വന്നതാണോ, ഇനി റിസൾട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം 1 വർഷമാണ് അവർ പറഞ്ഞതിന്. അപ്പോൾ ചെറിയ മുടികളൊക്കെ കണ്ടത് ഇനി ചിലപ്പോൾ പൊട്ടിപ്പോയതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ മാസം മുതൽ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ മുടി നല്ല വൃത്തിക്ക് വാർന്നാൽ നിൽക്കുന്നുണ്ട്. ഫസ്റ്റൊക്കെ മുടി ചുരുണ്ടാണ് വരിക, ഒരു വൃത്തി ഉണ്ടാവില്ല. കണ്ടാൽ ചകിരിത്തുപ്പമാരി ഇങ്ങനെ ഉണ്ടാവും മുടിയൊക്കെ. കാരണം നീച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ബാക്കത്തെ മുടിയെല്ലാം വൃത്തിയാണ്. എൻ്റെ മുടി പറഞ്ഞാൽ ശരിക്കും നല്ല നീണ്ട സ്ട്രൈറ്റ് മുടിയായിരുന്നു. പക്ഷേ വെച്ചപ്പോൾ എന്താണാവോ മാറി, അത് ചുരുണ്ടിട്ടാണ് വരുന്നത്.
അപ്പോൾ അങ്ങനെ 6ാമത്തെ മാസം മുതൽ ഞാൻ ഓയിൽ വയ്ക്കലുണ്ട്. പക്ഷേ ഓയിൽ വെച്ചെന്തൊക്കെ പ്രശ്നം നെറ്റിമൊക്കെ ഇങ്ങനെ ഓയിൽ ഇറങ്ങിയിട്ട് ഈ വെയിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുരു വരുന്നു, നെറ്റിയിൽ അങ്ങനെ കുരു വരിക. പിന്നെ അതേപോലെ മുഖം ആകെ ഡാർക്കായി ഓയിൽ സ്കിന്നായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഓയിലേ നിർത്തി. ഇപ്പോൾ ഓയിൽ ഉപയോഗിക്കില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ മുടിയൊക്കെ ചീവി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ജെല്ല് ഉണ്ടാവില്ല, ജെല്ല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഫ്രണ്ട് പോസ്റ്റിൽ ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് അങ്ങനെ ആ മുടി ഫ്രഷ്നെസ്സിൽ ഇങ്ങനെ നിൽക്കും. പക്ഷേ സ്കാൾപ്പിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നല്ല മുകളിൽ വല്ല ഇങ്ങനെ ജസ്റ്റ് തടവി കൊടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇറങ്ങൽ. എണ്ണ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഡെയിലി ഉപയോഗിക്കുന്നതാണ് കുളിക്കുമ്പോൾ ഷാമ്പൂ യൂസ് ചെയ്യും. ഷാമ്പൂ ഒരു ദിവസം 1.5 ദിവസമൊക്കെ ഇടവിട്ടിട്ട് യൂസ് ചെയ്യും. അതും തന്നെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഹെഡ് വാഷൊക്കെ സമയത്ത് ചെയ്യുന്ന പോലെ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഷാമ്പു യൂസ് ചെയ്യുക. അതുപോലെ തന്നെ താരന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു വട്ടം താരൻ്റെ ഷാമ്പു ഇട്ടിട്ടും യൂസ് ചെയ്യും. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്ങനെ പറഞ്ഞാലും നമ്മളെ ഈ ഒരു മുടി ചെറിയ മാറ്റം കിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ നല്ല ചുരുളിച്ചുണ്ടതിന് മുടിക്ക്, പിന്നെ ചുരുളിച്ചൊക്കെ പോയി ഏകദേശമൊക്കെ ലെവലായി കണ്ടാൽ അറിയൊന്നുമില്ല. പക്ഷെ നമുക്കത് തൊട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു തടിപ്പ് ഇങ്ങനെ ആ മുടിക്കുണ്ട്. ബാക്കത്തെ മുടി നമ്മളെ ഒറിജിനൽ പോലെ തന്നെ ഉണ്ട്. അത്ര തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്നാലും ഒരു ഇതുണ്ടെന്ന് പറയാൻ. പിന്നെ നിങ്ങളോട് ഞാൻ പ്രോമിസ് ചെയ്തൊരു കാര്യമായിരുന്നു, മുടി ഞാൻ ഫുള്ള് മൊട്ട അടിച്ചിട്ട് കാണിച്ചു തരാം എന്നുള്ളത്. അത് ഞാൻ ഈ 1 ഇയർ കഴിഞ്ഞ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടൊന്ന് മൊട്ട അടിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഈ മുടി കൊഴിച്ചിൽ തുടങ്ങിയത്. മുടി കൊഴിച്ചിൽ തുടങ്ങിയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് നമുക്ക് സെക്കൻഡ് സിറ്റിംഗ് കൂടെ ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ചെയ്യാനുള്ള ഗ്രാഫ്റ്റ് ബാക്കിലുണ്ടെന്ന് പറഞ്ഞ് എത്ര 1500 ഗ്രാഫ്റ്റോ അത്ര മതി, അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി ഏതായാലും ഇപ്പം ഒന്ന് മൊട്ട അടിക്കാൻ നിൽക്കുന്നില്ല. കാരണം നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ മുടി കുറ്റിയാക്കണം. ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ കുറച്ച് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം അല്ല. അതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആ സമയത്ത് എന്തായാലും നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണിക്കും. അപ്പോൾ അതും കൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കുറേ പേരുണ്ട് ഹെയർ റിലേറ്റഡ് ആയിട്ട് വീഡിയോസൊക്കെ കാണുമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ അപ്ഡേറ്റ് നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ 1.5 വർഷത്തെ റിസൾട്ടാണ് ഇങ്ങനെ തുടർന്ന് ഞാൻ ഓരോരോ മാസത്തായിട്ട് റിസൾട്ട് വരും. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ അല്ലാതെ റിസൾട്ട് ഞാൻ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കും റിസൾട്ട് തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, റിസൾട്ട് ഇതുപോലെ ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ അവർക്കൊരിതൊരു ഉപകാരമാവും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ നിൽക്കുന്നവർക്ക്. കാരണം എല്ലാവർക്കും പേടിയാണ്. ഞാൻ ചെയ്ത സമയത്ത് നല്ല പേടിയുണ്ടായിരുന്നത്. കാരണം തല വെക്കുക എന്ന് പറഞ്ഞ പ്രശ്നമാണ്. കാരണം കയ്യോ കാലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. തല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടി തന്നെയാണ്. അതിന് എന്തെങ്കിലും ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനിയും അപ്ഡേറ്റുകൾ തരാം. ഏതായാലും ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു 1.5 വർഷത്തെ ജേർണി എന്ന് പറയുന്നത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.